ഗാസയിൽ വളരെ വേഗത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിന് ഒരു അറുതി വരുത്താൻ സാധിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യുദ്ധമന്ത്രിസഭ പിരിച്ചുവിട്ട് ബെഞ്ചമിൻ നെതന്യാഹു ഒരു തീരുമാനമെടുത്തതിന് പിന്നിൽ എന്താണ് കാരണം? ഇന്ത്യയുടെ സ്വാധീന ഫലം, അതിൻ്റെ പവർ എത്രത്തോളം ഉണ്ടെന്നുള്ളത് എല്ലാ രാജ്യങ്ങളും മനസ്സിലാക്കി തുടങ്ങിയ ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധമെന്ന് പറയുന്നത് ഇന്ന് ഗാസയുടെയും റഫയുടെയും ഏതാണ്ട് പൂർണ്ണ നാശത്തിലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. പെരുന്നാൾ ദിനത്തിലെ താൽക്കാലിക വെടിനിർത്തലിലുള്ള ആശ്വാസം തന്നെയാണ് അവിടെയുള്ള കുരുന്നുകൾ പോലും പങ്കുവയ്ക്കുന്നത്. യുദ്ധത്തിനെതിരെ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമായപ്പോഴാണ് ഇസ്രായേൽ റഫ ആക്രമണം പോലും കടുപ്പിച്ചത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വാക്കുകളെ തൃണവൽക്കരിച്ചുകൊണ്ട് ലെവലേശം കേൾക്കാതെ മുന്നോട്ട് നീങ്ങുന്ന ഒരു ഭരണാധികാരിയായി തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ ലോകം തന്നെ വിലയിരുത്തുന്നത്. പക്ഷേ അദ്ദേഹം കേൾക്കുന്നത് ഒരാളുടെ വാക്കായിരിക്കും, അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടേത്. ഗാസയിലുള്ള ഇപ്പോഴത്തെ സംഘർഷം അവസാനിപ്പിക്കാൻ അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടണമെന്ന് പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. വെടിനിർത്തലിനും മാനുഷിക സഹായങ്ങൾക്കും വേണ്ടിയും ഭാരതത്തിന്റെ ഇടപെടൽ അനിവാര്യമാണെന്നും മുസ്തഫ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ട് പലസ്തീൻ അയച്ച കത്തിലാണ് ഇങ്ങനെ ഒരു സഹായ അഭ്യർത്ഥന കൂടി ഉണ്ടായിരിക്കുന്നത്. ഒരു കാരണവശാലും തങ്ങളെ വിട്ടുകളയരുതെന്നും ചേർത്ത് പിടിക്കണമെന്നും അതിലൂടെ ചൂണ്ടിക്കാട്ടുന്നു. മോദി ഒരു ആഗോള നേതാവെന്ന നിലയിലും ഇന്ത്യ മനുഷ്യാവകാശങ്ങളെയും സമാധാനത്തെയും വിലമതിക്കുന്ന രാഷ്ട്രമെന്ന നിലയിലും ഗാസയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കാര്യമായ പങ്ക് വഹിക്കണമെന്നും അങ്ങനെ കാര്യമായ പങ്ക് വഹിക്കാനായി ഭാരതത്തിന് കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസവുമാണ് പലസ്തീൻ പങ്കുവയ്ക്കുന്നത്. ഗാസയിലെ ജനങ്ങളെ അടിയന്തരമായി തന്നെ സഹായിക്കണം. വളരെ വേഗത്തിൽ വെടിനിർത്തലിനായി നയതന്ത്രപരമായ ഇടപെടൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ഗാസയിലേക്ക് മാനുഷിക സഹായം വർദ്ധിപ്പിക്കാനും പലസ്തീൻ പൗരന്മാരുടെ സംരക്ഷണവും സുരക്ഷയും ഒക്കെ തന്നെ ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സമൂഹവുമായി മറ്റു രാജ്യങ്ങളുമായി സഹകരിക്കാൻ ഇന്ത്യ എല്ലാ നയതന്ത്ര മാർഗങ്ങളും ഉപയോഗിക്കണമെന്നാണ് മുഹമ്മദ് മുസ്തഫ കത്തിലൂടെ അഭ്യർത്ഥിക്കുന്നത്. ഇന്ത്യ വിചാരിച്ചാൽ ഇക്കാര്യം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് പലസ്തീൻ പ്രധാനമന്ത്രി പങ്കുവയ്ക്കുന്നത്. തുടർച്ചയായി പലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്നതിനും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിരവധി തവണ നന്ദി അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതുതന്നെയാണ് പ്രകടിപ്പിക്കുന്നതെന്ന് മുസ്തഫ ചൂണ്ടിക്കാട്ടി. രാഷ്ട്ര സേവനത്തിനുള്ള സമർപ്പണത്തിൻ്റെയും ആഗോളതലത്തിലെ പുരോഗതിയുടെയും നേട്ടം തന്നെയാണ് നരേന്ദ്രമോദിയെ പിന്നെയും അധികാരത്തിലെത്തിച്ചത് എന്നുകൂടി അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു വിഷയത്തിൽ അവസാനം കാണാനായി പ്രയത്നിക്കണമെന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു തന്റെ 6 അംഗ യുദ്ധ ക്യാബിനറ്റ് പിരിച്ചുവിട്ടതായി ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. തിങ്കളാഴ്ചയാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം നടന്ന രാഷ്ട്രീയ സുരക്ഷാ ക്യാബിനറ്റ് യോഗത്തിലാണ് നെതന്യാഹു സുപ്രധാനമായി ഈ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്.